ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാമല്ലേ. അതിൻ്റെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദയെ എന്തുമാത്രം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയും അരുന്ധതിയും മോഹിനിയും ഒക്കെ കൂടി ഒരു പ്ലാൻ ഇടുക. വേറൊന്നുമല്ല, അത് ഞാൻ ഇന്നലത്തെ പ്രമോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ജ്യൂസിനകത്ത് മദ്യം ചേർത്ത് കൊടുക്കുക. അങ്ങനെ അവിടെ നമ്മുടെ നന്ദയെ നാണം കെടുത്താം. ഈ മദ്യമകത്ത് എന്നാൽ എന്താ ഉണ്ടാകാൻ പോകുക? വല്ലാത്തൊരവസ്ഥയായിരിക്കും. അവിടെ കിടന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദ മെഴുകും, ആ ഒരു അവസ്ഥയായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദനെ മദ്യം കുടിപ്പിക്കുക എന്നതാണ് അവരുടെ ഒരു ലക്ഷ്യം. അതിനുവേണ്ടി നമ്മുടെ മോഹിനി എന്താ ചെയ്യുന്നത്? മോഹിനി നേരെ പോയി കുറച്ച് മദ്യം എടുക്കാൻ. മദ്യം എടുക്കുക എന്നത് വളരെയധികം കുറച്ച് പ്രയാസമുള്ള ടാസ്ക് തന്നെയാണ്, മദ്യം കിട്ടുക എന്നുള്ളത്. അപ്പം അവിടെ നമ്മുടെ ജഗനും അതുപോലെ തന്നെ നമ്മുടെ മഹേശ്വരനും ഒക്കെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്താണ്, അവിടെ നമ്മുടെ മോഹിനി ടച്ചിങ്സ് ആയിട്ടാണ് ചെല്ലുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം. ഭാര്യമാര് ടച്ചിങ്സ് ഒക്കെ കൊണ്ടുതരുമ്പോൾ ഭയങ്കര രസമാണല്ലോ. അവർക്ക് ഭയങ്കര സന്തോഷം. അവരെന്ത് ചെയ്തു? ആഹാ, കൊള്ളാലോ മോഹിനി, നീ എന്താ ടച്ചിങ്സ് ഒക്കെ ആയിട്ട് വരുന്നത്? ഓ, എന്റെ ഭാര്യ ലക്ഷ്മി ആണെങ്കിലുണ്ടല്ലോ, ഇതിന്റെ മണം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവക്ക് ഇളകും സൂക്കേട്. ഏതായാലും എടാ ജഘു, നിന്റെ ഭാര്യ കൊള്ളാടാ, നിന്റെ ഭാര്യ നമുക്ക് പറ്റിയ ടീം തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മോഹിനി അവരെ സോപ്പിട്ട് ആ ഒരു ഇതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ഈ മദ്യം മുഴുവൻ അടിച്ചു തീർക്കാൻ പോവാണെന്ന് ചോദിച്ചപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ, ബാക്കി ദേ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഇരിക്കുന്ന സ്ഥലവും കാണിച്ചു കൊടുത്തു. ഏതായാലും ആ സ്ഥലവും കണ്ടിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ മോഹിനി ചെന്ന് ആ ഒരു ജ്യൂസിനകത്ത് ഒഴിച്ചു. പകുതി ജ്യൂസും പകുതി മദ്യവും. എന്നിട്ട് അത് നേരെ നമ്മുടെ കനകയുടെ എടുത്ത് കൊണ്ടുപോയിട്ട് കനകയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നന്ദയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. കനക അതും കൊണ്ട് നേരെ നന്ദയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് നന്ദയ്ക്ക് എന്താ വേണ്ട. നന്ദ പറഞ്ഞു, എനിക്ക് വേണ്ട. നന്ദ അന്തസ്സുള്ളവളാണെങ്കിൽ അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദ പറഞ്ഞു, എനിക്ക് വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. എനിക്ക് ദാഹിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിങ്കിയും പറഞ്ഞു കുടിക്കുക. പിങ്കിക്ക് പക്ഷെ അറിയില്ല കേട്ടോ, ഇതിനകത്ത് മദ്യമാ ചേർത്തിരിക്കുന്നതെന്നൊന്നും പിങ്കിക്ക് അറിയില്ല. എന്നാലും പിങ്കി പറഞ്ഞു കുടിക്കുക എന്നിങ്ങനെ പറഞ്ഞു. പിങ്കി കുടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഹേയ് വേണ്ട, അതിന്റെ ആവശ്യമില്ല, എനിക്ക് വേണ്ട, എനിക്ക് ദാഹിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ദാഹമാണെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ പിങ്കി അത് മേടിച്ചങ്ങ് കുടിച്ചു. ഓ, പിന്നെ അങ്ങോട്ട് പൊടി പൂരമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പിങ്കി അവിടെ കിടന്ന് മെഴുകിയില്ലേ, നേരെ ഗൗതമും അതുപോലെ നമ്മുടെ കമ്മീഷണറോ DGP അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്താ, അവിടെ ചെന്ന് അങ്ങോട്ട് കൊളാക്കണം. അപ്പൊ ഈ കമ്മീഷണർ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, DGP ആണ് കേട്ടോ, കമ്മീഷണറല്ല, ചോദിക്കുന്നുണ്ട് എങ്ങനെയാ ഫാമിലി ലൈഫൊക്കെ എങ്ങനെ പോകുന്നു പിങ്കിന്ന് ചോദിച്ചപ്പോഴത്തേക്കും അങ്ങ് തുടങ്ങിയില്ലേ, എന്റെ ഫാമിലി, ഇതേ ഈ നിൽക്കുന്ന ഗൗതമും ഞാനും തമ്മിലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആയോ എന്ന് ചോദിച്ചാല് എനിക്ക് ഗൗതമിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഗൗതമിന് എന്നെ ഇഷ്ടമല്ല, ഗൗതമിന് ഇഷ്ടം നന്ദുമോനെ ഇഷ്ടമായതുകൊണ്ട് നന്ദുമോനെ വേണമല്ലോ. അതുകൊണ്ട് ഈ കഴുത്തിൽ കിടക്കുന്ന താലി വെറുതെ ഇത് വെറും കെട്ടുകാഴ്ച എന്നൊക്കെ പറഞ്ഞ് ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തിടുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, നന്ദാ നീ മിണ്ടാതിരിക്കുക, പിങ്കി നീ മിണ്ടാതിരിക്കുക, നിനക്ക് എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ പിങ്കിക്ക് സ്ഥിര പരിസര ബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെ പിങ്കി എന്തൊക്കെയോ പറഞ്ഞു കൂട്ടാണ്. ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ നന്ദയും രണ്ട് പിള്ളേരും കൂടെ പുറത്തു പോയി നിന്ന് എന്തൊക്കെയോ ആ കുട്ടികൾ ഇങ്ങനെ നന്ദയോട് പറയുന്നു. നന്ദയ്ക്ക് എന്തൊക്കെയോ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോവാം. ഈ സമയത്ത് നമ്മുടെ അരുന്ധതിയും ലക്ഷ്മിയും മോഹിനിയൊക്കെ പെട്ടും പോയി. കാരണം ഇത് കുടിക്കേണ്ടത് നമ്മുടെ നന്ദയായിരുന്നു. നന്ദ കുടിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഭയങ്കര രസം തോന്നിയേനെ. പക്ഷെ പിങ്കി കുടിച്ചതുകൊണ്ട് രസം തോന്നുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പിങ്കിയുടെ പൂർണ്ണമായിട്ടുള്ള ബോധം പോയിട്ട് നേരെ ഗൗതമിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാരി കിടന്നു. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നന്ദ കയറി വരുന്നത്. നന്ദ പറഞ്ഞു,
ഞാൻ പോകുക, ഏതായാലും ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, എനിക്ക് പോകണം, ഞാൻ പോവുക, മോനെ ഞാൻ പോവുക കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഡോക്ടർ ആൻറ്റി ഇന്നിവിടെ നിൽക്കുക, ഇന്നിവിടെ നിന്നിട്ട് ഡോക്ടർ ആൻറ്റി പോയാൽ മതി, ഡോക്ടർ ആൻറ്റി ഇന്നിവിടെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ഇങ്ങനെ കിടന്ന് പറയാണ്. അപ്പോഴത്തേക്കും പറഞ്ഞു പിന്നെ ഒരു ദിവസം ഞാൻ വരാട്ടോ, ഇവിടെ നിൽക്കാം, പിന്നെ ഒരു ദിവസം ഉറപ്പായിട്ടും ഡോക്ടർ ആൻറ്റി വന്ന് നിൽക്കാമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നന്ദ പോകുന്നത് അവിടെ നിന്ന്. ആ കുട്ടിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയി. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ നേരം പരപര വെളുക്കുന്നതാണ് കാണിക്കുന്നത്. വെളുക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ പിങ്കിക്ക് ബോധം വീഴുന്നത്. അങ്ങനെ പിങ്കി പതുക്കെ 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 കണ്ണ് തുറന്ന് വീട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം പോലീസിന്റെ യൂണിഫോത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് പിങ്കി വന്നിട്ട് ഗൗതം എനിക്ക് എന്താ പറ്റിയത്, അയ്യോ ഗൗതം സോറി ഗൗതം എന്ന് പറഞ്ഞപ്പം അപ്പം തനിക്ക് ബോധം ഉണ്ടായിരുന്നു എന്നല്ലേ, അത് പിന്നെ എനിക്ക് ഇന്നലത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെറുതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, എന്തോ ഞാൻ ചെയ്തു വലിയൊരു തെറ്റ് തന്നെ, സോറി എന്നോട് ക്ഷമിക്കണം പ്ലീസ്, എന്നോട് ക്ഷമിക്കൂലേ, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നമ്മുടെ പിങ്കി തുടങ്ങിയപ്പോ ഹേയ് അതൊന്നും സാരമില്ല, ഇതുണ്ടല്ലോ ഇവിടെ ഉള്ളവർ തന്നെ പറ്റിച്ച പണിയാണ്, അത് ഞാൻ ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഇവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് നന്ദയെ വീഴ്ത്താൻ നോക്കിയത് മാറി നിനക്കായിപ്പോയി, അതാണ് സംഭവം, ഏതായാലും നീ ഇത് അറിഞ്ഞോണ്ടൊന്നും അല്ലല്ലോ ചെയ്തത്, സാരമില്ല പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കിക്കും ചെറിയൊരു ആശ്വാസമായി. എന്നാലും പിങ്കി ചോദിക്കുന്നുണ്ട് ബോറായി പോയോ, ഞാൻ ഇന്നലെ തീരെ ബോറായി പോയായിരുന്നല്ലേ, കഷ്ടമായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പിങ്കി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗൗതം അത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദേനെയാണ്. അപ്പൊ നന്ദ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ഗൗരിമോക്ക് ഭയങ്കര സങ്കടം, ഇന്ദിവരം തറവാട്ടിൽ നിന്ന് എന്നിട്ട് ഗൗരിമോൾ ഇന്ദിവരം തറവാട്ടിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എത്ര വലിയ വീടാ അത്, എന്ത് വലിയ വീടാ അത്, ഓ അവിടെ താമസിക്കണേല് ഓ എന്ത് രസം അമ്മേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കും അത് കൂട്ടൊരു വീട് പണിതാലോ, അതിനിപ്പോ എന്താ നന്ദമോളെ ഗൗരിമോളെ നമുക്ക് വീട് പണിയാലോ, പക്ഷെ അത്രയും വലിയ വീട്ടില് അത്രയും ആൾക്കാർ വേണ്ടേ, എനിക്കാരാ ഉള്ളത്, ആരുമില്ല, അച്ഛൻ പോലും ഇല്ല, ദേ പിന്നെ അവൾ എത്തുന്നത് അച്ഛനിലേക്കാണല്ലോ, മിണ്ടാതിരിക്കുക, മര്യാദയ്ക്ക് ഇരുന്നോളൂ കേട്ടോ ഗൗരിമോളെ, പിന്നെ എനിക്കും അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി വെക്കത്തില്ലായിരുന്നോ, എനിക്ക് അച്ഛനില്ലാത്തോണ്ടല്ലേ എനിക്ക് വെഡിങ് ആനിവേഴ്സറി വെക്കാൻ പറ്റാത്തത്, അതുകൊണ്ടല്ലേ എനിക്ക് നന്ദുവിനെ വിളിക്കാനും പറ്റാത്തത്, എനിക്ക് അച്ഛനില്ല, ഞാൻ അച്ഛനില്ലാത്ത കുട്ടിയാ എന്ന് പറഞ്ഞ് ഗൗരിമോള് വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നന്ദയ്ക്ക് ദേഷ്യം വന്നിട്ട് നന്ദ പറഞ്ഞു ഗൗരി ദേ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ, നീ അവർക്ക് തുടങ്ങിയിട്ടുണ്ട്, അതെ നീ മറ്റുള്ളവരുടെ കൂത്ത് കണ്ടേ ഇവിടെ കിടന്ന് ആടണ്ട, അല്ല അമ്മയൊന്ന് ഓർത്ത് നോക്കിക്കേ, നന്ദുമോന് മുത്തശ്ശിയുണ്ട്, അച്ഛമ്മയുണ്ട്, അപ്പച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്, എനിക്ക് ആരാ ഉള്ളത്, ഓ എന്ത് രസം അത്രയും പേരൊക്കെ ഉള്ളത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നന്ദ മനസ്സിൽ വിചാരിക്കുക മോളെ ഇതെല്ലാം നിന്റെ ബന്ധുക്കളും കൂടിയാണല്ലോ, പക്ഷെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതാണ് പ്രശ്നം, ഇതെല്ലാം നിന്റെ ബന്ധുക്കളും കൂടിയാന്ന് എനിക്ക് നിന്നോട് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. മനസ്സിൽ വിചാരിക്കാനേ നമ്മുടെ നന്ദയ്ക്ക് പറ്റുകയുള്ളൂ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗൗരിമോളെ സമാധാനിപ്പിച്ച് വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടു. കാരണം അല്ലെങ്കിൽ ഗൗരിമോൾ അവിടെ നിന്ന് വീണ്ടും വീണ്ടും ഓരോന്ന് ചോദിക്കുന്നറിയാം. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൗതം വരികയാണ്. അപ്പം ഗൗതം വന്നിട്ട് കുട്ടീനെ ഏൽപ്പിക്കാൻ വന്ന, കുട്ടിക്ക് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യണമല്ലോ, അപ്പൊ അതിനു വേണ്ടി വന്നതാ. അപ്പൊ കുട്ടീനെ ഏൽപ്പിച്ചു. കുട്ടി വന്നത് ഇതാരും നന്ദുമോനോ കയറി വാന്നൊക്കെ പറഞ്ഞ് വിളിക്കാം. അങ്ങനെ നന്ദുമോനെ വിളിച്ച് വീടിനകത്ത് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഗൗതം പോകാതെ അവിടെ നിൽക്കുക. അപ്പം ഗൗതത്തിനോട് നന്ദ പറഞ്ഞു പോകുവാണെങ്കിൽ എനിക്ക് ഡോർ അടയ്ക്കായിരുന്നു, എന്താ പോകാതെ അവിടെ നിൽക്കുന്നത്, എനിക്ക് ഡോർ അടയ്ക്കണം, എത്രയും പെട്ടെന്ന് പോകാൻ നോക്കാൻ പറഞ്ഞപ്പം അത് പിന്നെ നന്ദ എനിക്കൊരു കാര്യം, ഓഹോ ഇനിയും ഉണ്ടോ ഒരുപാട് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞത് പോരെ, ഇനിയും ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു, ഓഹോ അത് കൊള്ളാലോ, ഏതായാലും എനിക്കിവിടെ വേറെ ജോലിയുണ്ട്, ഇവിടെ കുട്ടീനെ ആക്കാൻ വന്നാണെങ്കിൽ കുട്ടീനെ ആക്കിയിട്ട് തിരിച്ചു പോകണം, അല്ലാതെ വേറെ കൂടുതൽ കഥകളൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പം അത് പിന്നെ വേറൊന്നുമല്ല, ഇന്നലെ ഒരു ചെറിയ അബദ്ധം പറ്റിയതാ, പിങ്കി ഇന്നലെ അറിഞ്ഞോണ്ട് മദ്യപിച്ചതല്ല, അത് അറിയാതെ സംഭവിച്ചതാ, അത് അവിടെയുള്ളവരെല്ലാവരും കൂടി ഒരു പണി പറ്റിച്ചതാ, അത് ഞാൻ ചോദ്യം ചെയ്തപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങളുടെ കുടുംബകാര്യം എന്തിനാ എന്നോട് പറയുന്നത്, നിങ്ങളുടെ കുടുംബകാര്യം എന്നോട് പറയേണ്ട കാര്യമുണ്ടോ, ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങളുടെ കുടുംബകാര്യം ചോദിച്ചില്ലല്ലോ, ഇവിടെ കൊച്ചിനെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്നാണെങ്കിൽ കൊച്ചിനെ ട്രീറ്റ്മെന്റിന് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകണം, ഇത് ചുമ്മാ മറ്റുള്ളവരെ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങളുടെ കുടുംബകാര്യം എന്തിനാ പറയുന്നത്, അതിന്റെ ആവശ്യമൊന്നുമില്ല, അതൊന്നും കേൾക്കാൻ താല്പര്യം എനിക്ക് തീരെയില്ല, അതുകൊണ്ടേ എന്റെ പൊന്നും ഗൗതം സാർ സമയം പോകാൻ നോക്കാൻ പറഞ്ഞിട്ട് ഗൗതമിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുവാണ് കേട്ടോ. ഏതായാലും നന്ദ ഇങ്ങനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് നന്ദ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നന്ദ പറയുന്നുണ്ട് കേട്ടോ, വിവാഹ വാർഷിക ആശംസകൾ പറയാൻ പറ്റിയില്ല, ഏതായാലും
വിവാഹ വാർഷിക ആശംസകൾ അപ്പം പറയാനും പറ്റിയില്ല, ഒരു ഗിഫ്റ്റ് തരാനും പറ്റിയില്ല. ഇതൊക്കെ ചേർത്ത് ഒരു ദിവസം ഞാൻ തരുന്നുണ്ട്. ഏതായാലും അന്ന് പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റിയില്ല, ഒരു ഗിഫ്റ്റ് കൊണ്ടുവരാനും പറ്റിയില്ല. ഇതെല്ലാം ചേർത്ത് ഞാൻ ഒരു ദിവസം തരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. ഉച്ചയ്ക്ക് നമ്മളെന്നും നാളത്തെ പ്രേമവിശേഷമായിട്ട് വരുന്നതായിരിക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നമ്മൾ പ്രേമവിശേഷം ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ പ്രേമവിശേഷം ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ചിന്നുവിന് ഒരു ദിവസം കൊണ്ട് വണ്ണം വെച്ചോ, ഇത് കണ്ടോ എൻ്റെ ഒരു അവസ്ഥ, ഇത് കണ്ടോ ഈ ഡബിൾ ചിന്നൊക്കെ എനിക്ക് വീണു. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ നീര് ഇങ്ങനെ പതുക്കെ ഇറങ്ങി ഇങ്ങോട്ടേക്ക് പിടിക്കുന്നുണ്ട്. ഈ നീര് പോകാൻ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ റെമഡീസ് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇത് നമ്മുടെ മുണ്ടുനീരാണ്, ഈ സംഭവം ഇറങ്ങി ഇങ്ങനെ വരുന്നതാണ്. ഇത് എത്ര ദിവസം എടുക്കും പോകാൻ? ഇതിന് പോകുമല്ലേ? ഇത് ഉള്ള കാലം മുഴുവൻ ഇങ്ങനെ വല്ല നിൽക്കുമോ? ഈ ഡബിൾ ചിറ്റൊക്കെ വന്നിട്ട് മഹാവൃത്തികേടായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് കേട്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും റെമഡീസ് ഒക്കെ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം ആശംസിച്ച് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.